സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ ഈ പത്രസമ്മേളനത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം NDA സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. നമുക്കറിയാം, ഏകദേശം 5 ദശാബ്ദക്കാലം CPMൻ്റെ നേതൃനിരയിൽ പ്രവർത്തിച്ചിരുന്ന 3 പ്രാവശ്യം ദേവികുളം MLA ആയിരുന്ന, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ശ്രീ S. രാജേന്ദ്രൻ എന്നാൽ ഇടുക്കി ജില്ലയുടെ ഒരു പ്രതിനിധിയാണെന്നും CPMൻ്റെ മുഖമാണെന്നും നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരുന്നു കേരള രാഷ്ട്രീയത്തിൽ. ആ S. രാജേന്ദ്രൻ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗമായിട്ട് മാറുന്ന ഒരു സുദിനം കൂടിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനോടൊപ്പം നിൽക്കുകയും ചെയ്തിരുന്ന 2 പേരും ഇന്ന് അംഗത്വമെടുക്കുകയാണ്. ആദ്യമായിട്ട് ഈ ചടങ്ങിൽ ശ്രീ S. രാജേന്ദ്രൻ 3 പ്രാവശ്യം ദേവികുളത്തിൻ്റെ MLAയും മുൻ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്ന CPM നേതാവ് ശ്രീ S. രാജേന്ദ്രൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗത്വമെടുക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വീകരിക്കാൻ പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖറിനെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ശ്രീ ഗുരുനാഥൻ, അദ്ദേഹം ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, 3 പ്രാവശ്യം ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അതോടൊപ്പം തന്നെ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം CPIയുടെ ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള നേതാവാണ്. AITUCൻ്റെ ജില്ലാ സെക്രട്ടറി, അതോടൊപ്പം തന്നെ AITUC സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ തുടങ്ങി നിരവധി മേഖലകളിൽ, തൊഴിലാളി മേഖലയിൽ പ്രവർത്തിച്ച പരിചയസമ്പന്നനായിട്ടുള്ള ഒരു സീനിയർ ലീഡറാണ്. ശ്രീ ഗുരുനാഥൻ അവർകളെയും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം എത്തിയിട്ടുള്ള ശ്രീ സന്തോഷ്, അദ്ദേഹം CPMൻ്റെ പ്രവർത്തകനാണ്. കുട്ടനാട് നീലംപേരൂർ ഭാഗത്തുള്ള CPMൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്നു. അതോടൊപ്പം തന്നെ KPMSൻ്റെ യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, KPMSൻ്റെ സജീവ പ്രവർത്തകനുമായിട്ടുള്ള ശ്രീ സന്തോഷിനെ സംസ്ഥാന അധ്യക്ഷൻ സ്വീകരിക്കുന്നു. ഇവരെ 3 പേരോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഒരു MBA ബിരുദധാരിയും ടെക്നോക്രാറ്റും ഒക്കെയായിട്ടുള്ള ശ്രീ ദീപുരാജ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗത്വമെടുക്കുകയാണ്. അദ്ദേഹത്തെയും സ്വീകരിക്കാനായി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷരെ ക്ഷണിക്കുന്നു. പുതുതായി അംഗത്വമെടുത്ത ശ്രീ S. രാജേന്ദ്രൻ അവർകൾ നമ്മളോട് സംസാരിക്കുന്നു. എല്ലാവർക്കും വണക്കം. ഇവിടെ പറഞ്ഞതുപോലെ വളരെ പ്രമുഖനൊന്നുമല്ല, ദീർഘകാലമായി രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദീർഘകാലമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലായിരുന്നു. കഴിഞ്ഞ 4-5 വർഷക്കാലം പൊതുരംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് ഇല്ലായിരുന്നു, പൊതുരംഗത്തുണ്ടായിരുന്നു. ഒരു കുറ്റബോധത്തോടുകൂടി ഒരു വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ദീർഘകാലമായി തുടർന്ന് ചെല്ലാൻ കഴിയാത്ത മനോഭാവം, മാനസികമായ പ്രയാസങ്ങൾ അതിലുണ്ട്. കാര്യത്തിലേക്ക് വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാലത്തും സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയത്തിനെ ചതിക്കുകയോ അതിനെതിരെ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസം വരെ. ആ സാഹചര്യത്തിൽ പുതിയ ഒരു രാഷ്ട്രീയ പ്രവേശനം എന്തുകൊണ്ട് എന്നുള്ള നിലയിലും വരാം. കഴിഞ്ഞകാല പ്രവർത്തനത്തിന് ഞാൻ പ്രവർത്തിച്ച പ്രസ്ഥാനത്തിൽ കമ്മീഷൻ നടപടിയേക്കാൾ ഉപരി പാർട്ടി സമ്മേളനങ്ങളാണ്. 2001-ലും 2004-ലും പാർട്ടി സമ്മേളനങ്ങളിൽ ബ്രാഞ്ച്, ലോക്കൽ
ഏരിയ സമ്മേളനങ്ങളിൽ പോലും രാജയ്ക്കെതിരെ പ്രവർത്തിച്ചു, വിമുഖത കാണിച്ചു എന്നുള്ള വാചകം ഒരു തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും സമ്മേളനങ്ങളിൽ ഇന്നുവരെ ഉയർത്തിയിട്ടില്ല. നാളെ ഒരുപക്ഷെ ചെയ്യിക്കാം. എന്നാലും പൂർണ്ണമായ വിശ്വാസത്തോടും ഒപ്പം സാഹചര്യങ്ങളിൽ കടന്നു വരികയാണ് ചെയ്തിട്ടുള്ളത്. വാതിൽ തുറന്നിട്ടുണ്ട്, എപ്പോൾ വേണേലും പോകാം എന്ന വാചകങ്ങളിലൂടെ പല തവണകളും ഞാൻ പലപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു ഉപദ്രവിക്കരുത് എന്ന്. മാധ്യമ സുഹൃത്തുക്കൾക്ക് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. വേട്ടയാടുകയും അവഗണിക്കുകയും ചെയ്യുന്നു എന്നുള്ള വാചകങ്ങളിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പലതും സഹിച്ചിട്ടുണ്ട്, ഞാൻ അതിലേക്കും കടക്കുന്നില്ല. എന്നാൽ ഒറ്റയ്ക്കല്ല, കുറേ സാമൂഹിക പ്രവർത്തകരും ഒപ്പമുള്ളവരും കൂടി ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും പുതിയ ഒരു പ്രവേശനമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങളുടെ പ്രദേശത്ത് പ്ലാന്റേഷൻ മേഖലയാകട്ടെ, ഇടുക്കി ജില്ലയുടെ പ്രശ്നങ്ങളാവട്ടെ, പരിഹരിക്കുവാനുള്ള ഒരു ശേഷി, ഒരു ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ആവശ്യമെന്ന് കണക്കാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവിടെ നിന്ന് BJPയുടെ അധ്യക്ഷനെ വന്ന് കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹവുമായി സംസാരിക്കുകയും ഉറപ്പ് നൽകുകയും രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടാവും എന്ന് പറയുന്നതിൻ്റെ ഭാഗമായും പുതിയ രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് കടന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള പുസ്തകങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, അദ്ദേഹം പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ആരെയും പ്രസ്ഥാനങ്ങളിൽ നിന്നോ മറ്റോ എവിടെന്നെങ്കിലും അടർത്തി പോകണമെന്നുള്ള ആഗ്രഹമില്ല. പക്ഷേ നമുക്കറിയാം, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും 10% ഇന്ത്യയുടെ മുന്നണി ആ ബന്ധം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് നിഷേധിക്കാനാവില്ല. ഇന്ത്യയിൽ 2 സംസ്ഥാനത്ത് മാത്രമാണ് വ്യത്യസ്ത രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായത്. കേരളത്തിൽ ഇത്ര വേഗം അങ്ങനെ ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇനി ഇന്നത്തെ വികസന കാര്യങ്ങളിൽ അല്ലെങ്കിൽ സാമൂഹ്യ വ്യവസ്ഥയിൽ ഇടപെടുന്ന സാഹചര്യത്തിൽ സാമ്പത്തികമായും സർക്കാരിൻ്റെ ഇടപെടലിലൂടെയും ഇന്ന് ചെയ്യാൻ പറ്റുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി ശ്രീ മോഡിയുടെ ഇടപെടൽ, ഞാനിപ്പോൾ ട്രംപിൻ്റെ ഫോൺ എടുക്കാത്ത, മിസ്ഡ് കാൽ വന്നിട്ടും എടുക്കാത്ത ഒരു പ്രധാനമന്ത്രി, അത് പൊതുവിൽ വളരെയേറെ സ്വീകരിക്കപ്പെട്ട ഒരു സംഗതിയാണ്. വികസന മറ്റു കാര്യങ്ങളിലേക്ക് ആരെയും ബോധ്യപ്പെടുത്തുവാൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞങ്ങളുടേതായ ചില പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കുവാൻ ഇത്രയും കാല രാഷ്ട്രീയ അനുഭവങ്ങൾ, നമ്മൾ അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവ സാഹചര്യങ്ങൾ വെച്ച് നേടുവാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ കരുതിയിട്ടുള്ളത്. ഒരു പാർട്ടിയിൽ പ്രവേശിച്ചതുകൊണ്ട് മുഴുവനും BJPയിൽ പൂർണ്ണമായി ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുവാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളിപ്പോൾ തുടക്കത്തിൽ പ്രതീക്ഷയോടെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളാണ്. ഇതാണ് ചുരുക്കത്തിൽ എനിക്ക് പറയുവാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഞാൻ രാജേന്ദ്രൻജി, ഗുരുനാഥൻജി, സന്തോഷ്ജിനെ സ്വാഗതം ചെയ്യുന്നു BJPയിൽ. ഞാൻ രാജേന്ദ്രജി പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി കേൾക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ആദ്യം കണ്ടപ്പോൾ പറഞ്ഞത് ഇന്നും ഞാൻ പറയുന്നു, അദ്ദേഹമാണ് അതും പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വാക്കിൽ പറഞ്ഞു. നാടിൻ്റെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ നാട്ടിൽ BJP NDAക്ക് മാത്രമേ കഴിയുള്ളൂ. ഇതിൻ്റെ തെളിവും ഇതിൻ്റെ ഫാക്റ്റും വസ്തുതയും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എത്രയോ കാലമായി ഇവിടെ CPM-ഉം കോൺഗ്രസ് ഭരിച്ച ഈ നാട്ടിൽ ഇന്നും മൂന്നാറാണോ ഇടുക്കിയാണോ എത്രയോ സ്ഥലത്ത് ഇന്നും ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാണ്ട് ജീവിക്കുന്നു. അതെല്ലാം BJP NDA അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ പരിഹരിക്കും. അത് സംരക്ഷിക്കാൻ, അവരെല്ലാം സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യം എനിക്ക് ഒരു നന്ദി മോദിജി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു.
ഇന്ന് രാവിലെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്നലെ 2 പുതിയ ട്രെയിൻ ഗുരുവായൂർ തൃശ്ശൂർ 2 ട്രെയിൻ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ തിരുവനന്തപുരം ഹൈദരാബാദും ചെന്നൈ കണക്ട് ചെയ്യാൻ അമൃത് ഭാരത് ട്രെയിൻ ഹൈദരാബാദ് തിരുവനന്തപുരം കണക്ഷൻ, അതിൻ്റെ ഒപ്പം താമ്പരം തിരുവനന്തപുരം കണക്ട് ചെയ്യുന്ന ഒരു പുതിയ ട്രെയിനും അദ്ദേഹം അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തോടും നരേന്ദ്രമോദിജിയോടും നന്ദി പറയാൻ BJPയും NDA ഇന്ന് പറയുന്നു. ഞാൻ ജാനുവരി 6-ാം തീയതി നടത്തിയ പ്രസ് കോൺഫറൻസിലും പിന്നെ അത് കഴിഞ്ഞിട്ട് ജാനുവരി 11-ാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട ഹോം മന്ത്രി മിനിസ്റ്റർ വന്ന് അമിത്ഷാജി വന്നപ്പോൾ ഈ ഇലക്ഷൻ അസംബ്ലി ഇലക്ഷൻ 2026 അസംബ്ലി ഇലക്ഷൻ നാടിൻ്റെ ഭാവി തീരുമാനിക്കുന്ന ഒരു ഇലക്ഷനാണ്. ഒരു നിർണായകമായ ഒരു ഇലക്ഷനായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ജനങ്ങൾ അങ്ങനെയാണ് കാണുന്നത് എന്ന് ഞങ്ങൾ കൃത്യമായി അന്ന് പറഞ്ഞു. ഈ അടുത്ത 90 ദിവസം ഞങ്ങൾ പറയാൻ പോകുന്നതും ഞങ്ങളൊരു കാഴ്ചപ്പാട് വികസനം, വികസിത കേരളം, വിശ്വാസ സംരക്ഷണം, സുരക്ഷിത കേരളം, ഈ 3 കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ കൃത്യമായി ജനങ്ങൾ മുമ്പിൽ പോവും. ഇതിനെ കുറിച്ച് ചർച്ച നടത്തും. കാരണം ഈ 3 കാര്യങ്ങളാണ് നമ്മളെ ഭാവിയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നാടിനെ നന്നാക്കാനും ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിന് പിന്തുണ കൊടുക്കുന്നവർ എല്ലാവരും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അത് CPM എന്നാണോ കോൺഗ്രസ് എന്നാണോ എല്ലാവരും ഞങ്ങൾ സ്വാഗതം ചെയ്യും. കാരണം ഈ 3 കാര്യങ്ങളാണ് ജനങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നതും ജനങ്ങളുടെ ഭാവി ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ. വികസനം, അവരുടെ സുരക്ഷ, പിന്നെ അവരുടെ വിശ്വാസം. നമ്മളെല്ലാവരും മിന്നാന്ന് കണ്ടു മഹാരാഷ്ട്ര ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ ഒരു റിസൾട്ട്. അതിൻ്റെ മുമ്പ് ഹരിയാന, മഹാരാഷ്ട്ര, ഡൽഹി ഈ ഇലക്ഷൻസ് എല്ലാം കണ്ടു, ബീഹാർ. അതിൻ്റെ എല്ലാ റിസൾട്ട് നമ്മൾ മനസ്സിലാക്കി. എല്ലാ സ്ഥലത്തും കോൺഗ്രസ്സിനെ തോൽപ്പിക്കുന്ന ജനങ്ങൾ തോൽപ്പിക്കുന്നു എന്ന് കൃത്യമായി നമ്മളുടെ മുമ്പിൽ കാണുന്നൊരു ഫാക്റ്റാണ്, വസ്തുതയാണ്. 11 കൊല്ലം മുമ്പേ അതേ കോൺഗ്രസ്സിനെ നാടിൻ്റെ ജനങ്ങൾ, രാജ്യത്തിൻ്റെ ജനങ്ങൾ പുറത്താക്കി. UPA സർക്കാരായിരുന്നു, 10 കൊല്ലം ഭരിച്ചു. 2014 ജനങ്ങൾ എക്സിറ്റ് ഡോർ കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ 2016 കേരള ജനങ്ങൾ കോൺഗ്രസിനെ പുറത്താക്കി. അത് കഴിഞ്ഞിട്ട് ഈ നടന്ന എല്ലാ ഇലക്ഷനിലും കോൺഗ്രസിന് എക്സിറ്റ് ഡോർ ആണ് ജനങ്ങൾ കാണിച്ചു കൊടുത്തിരുന്നത്. ഇത് എന്തുകൊണ്ട്? ഇത് ചോദിക്കണം. കാരണം ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ അസംബ്ലി ഇലക്ഷനും നമ്മൾ ചോദിക്കേണ്ടതും അതിൻ്റെ ഉത്തരം കേൾക്കേണ്ടതും. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ഇന്ന് ഭീകരമായ അഴിമതിയും അതിൻ്റെ ഒപ്പം പ്രീണ രാഷ്ട്രീയമായിട്ട് മാറിയിട്ടുണ്ട്. പണ്ട് കാലത്ത് ഒരു നാഷണൽ പാർട്ടിയായിരുന്നു, ഏറ്റവും വലിയ നാഷണൽ പാർട്ടിയായിരുന്നു. പക്ഷേ അവരുടെ രാഷ്ട്രീയം 2004 മുതൽ ഇന്ന് വരെ ഒരു പ്രീണ രാഷ്ട്രീയം, അഴിമതി ചെയ്യുന്ന രാഷ്ട്രീയം, ഒരു അഴിമതി ചെയ്യുന്ന ഒരു അവസരമായിട്ട് കാണുന്നൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് കോൺഗ്രസ്. മഹാരാഷ്ട്രയിൽ അവർ എന്തിനാണ് പുറത്താക്കിയത്? പാകിസ്ഥാൻ ഭീകരവാദിനെ ന്യായീകരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയം ആരാണ് ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനി ടെററിസ്റ്റ് ന്യായീകരിക്കാൻ ഇറങ്ങിയത്? CPM-ൻ്റെ MA ബേബിയും കോൺഗ്രസിൻ്റെ റോബർട്ട് വാഡ്ര. ഇതെല്ലാം ആരും മറക്കുന്നില്ല, ആരും മറന്നിട്ടില്ല. 2014 ജനങ്ങൾ പുറത്താക്കിയത് അവർ അഴിമതിയും ഇതേപോലെ തന്നെ ബാട്ട്ല ഹൗസിലും തീവ്രവാദത്തിൻ്റെ എതിരെ നിൽക്കാൻ കഴിയാത്ത ഒരു കോൺഗ്രസ് സർക്കാരാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പുറത്താക്കിയത്. ഹരിയാന, ബീഹാർ, മഹാരാഷ്ട്ര മഹാരാഷ്ട്ര ലോക്കൽ ബോഡി ഇലക്ഷൻ എല്ലാം അവർ ഇതേ ഒരു
പ്രീണ രാഷ്ട്രീയം മുമ്പോട്ട് വയ്ക്കുമ്പോൾ ജനങ്ങൾ അവർ റിജക്റ്റ് ചെയ്യുന്നു. ഈ അസംബ്ലി ഇലക്ഷൻ ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് പാർട്ടീൻ്റെ ജമാഅത്ത് രാഷ്ട്രീയത്തിനെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ നാട് കഴിഞ്ഞ 15 കൊല്ലമായിട്ട് പിന്നോട്ട് പോകുന്നു. വികസനത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ പിന്നോട്ട് പോകുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒരു നാടാണ്. തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലാണ് നമ്മുടെ നാട്ടിൽ. ഇതിനെല്ലാം കൊണ്ടുവരേണ്ടത് നിക്ഷേപമാണ്, ഇക്കണോമിക് ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ ഇതിനെക്കുറിച്ച് കോൺഗ്രസ്സിന് പറയാനോ CPIന് പറയാനൊന്നുമില്ല. 10 കൊല്ലം ഭരിച്ചു, നാടിനെ നശിപ്പിച്ചു. പക്ഷെ ഇന്നും കോൺഗ്രസ് ആണോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണോ ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ അന്തർധാരയുള്ള ജമാഅത്താണോ വികസനത്തിനെ കുറിച്ചോ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെക്കുറിച്ചോ ഒന്നും സംസാരിക്കുന്നില്ല. അവർക്ക് വേണ്ടത് എന്താണ്? എങ്ങനെയെങ്കിലും പൊളിറ്റിക്കൽ പവർ പിടിക്കണം. അതിൻ്റെ ഫലം എന്തായിരിക്കും, അതിൻ്റെ അപകട രാഷ്ട്രീയം, അതിൻ്റെ അപകടം എന്തായിരിക്കും, അതിനെക്കുറിച്ച് അവർക്ക് ആർക്കും ഒരു ചിന്തയില്ല. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: ജമാഅത്തിനെ ഈ നാട്ടിൻ്റെ രാഷ്ട്രീയത്തിൽ മെയിൻ സ്ട്രീമിന് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് പാർട്ടിയും ഇതുവരെ ജമാഅത്തിൻ്റെ ഒപ്പം രാഷ്ട്രീയം ചെയ്ത CPMന് ഈ ഇലക്ഷനിൽ ജനങ്ങൾ പിന്തുണ കൊടുക്കരുത് ആണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. നാട് മുമ്പോട്ട് പോകണം. നമ്മളെ നാട്ടിൽ നിക്ഷേപം വരണം, വികസനം വരണം, നമ്മുടെ കുട്ടികൾക്ക് തൊഴിലവസരങ്ങൾ കിട്ടണം, ഓൺട്രപ്രണർഷിപ്പ്, സ്റ്റാർട്ടപ്സ്, ടെക്നോളജി മേഖലയിൽ നേട്ടം, ഇതെല്ലാം നമ്മൾ സൃഷ്ടിക്കണം. പക്ഷേ ജമാഅത്ത് പോലെ ഒരു തീവ്രവാദ സംഘടനയെ മെയിൻ സ്ട്രീം പോളിറ്റിക്സിൽ കൊണ്ടുവന്നാൽ ഇതൊന്നും നടക്കില്ല. കഴിഞ്ഞ 20 കൊല്ലം എൻ്റെ അടുത്ത് ഇത് ഫാക്റ്റും ഫിഗറുണ്ട്. ഇവിടുത്തെ മെജോറിറ്റി ഹിന്ദു സമുദായത്തിൻ്റെ സ്ഥിതി എവിടുന്ന് എങ്ങോട്ട് പോയി, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഇത് ഞാൻ പറയുമ്പോൾ എന്നെ വർഗീയവാദി വിളിക്കാൻ അറിഞ്ഞത്, ഇതെല്ലാം വസ്തുതയാണ് ഞാൻ പറയുന്നത്. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം പാവമായ സമുദായമാണ് ഹിന്ദു. അതിൻ്റെ ഫാക്റ്റ് ഉണ്ട്. ഏറ്റവും കമ്മിയായ പെർ ക്യാപിറ്റൽ ലാൻഡ് ഓണർഷിപ്പ്, ഭൂമി ഓണർഷിപ്പ് ഏത് സമുദായമാണ്? ഹിന്ദു സമുദായമാണ്. ഏറ്റവും കമ്മി പെർ ക്യാപിറ്റൽ ഹൗസ് വീടുള്ള സമുദായം ആരാണ്? ഹിന്ദു സമുദായമാണ്. അപ്പോൾ ഇതെല്ലാം ചർച്ച ചെയ്യണം ഈ ഇലക്ഷനിൽ. ജമാഅത്ത് പോലെ ഒരു അപകട രാഷ്ട്രീയം, ഒരു ഭരണഘടനയിൽ വിശ്വസിക്കാത്ത ഒരു സ്ഥാപനം, ആൻറ്റി സെക്യുലർ, ഓപ്പണായിട്ട് അതിനെക്കുറിച്ച് പറയുന്ന ഒരു സംഘടന, അവരെന്തുകൊണ്ട് മെയിൻ സ്ട്രീം പോളിറ്റിക്സിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസ് പാർട്ടി? അതിൻ്റെ കാരണം മറ്റൊരു കാര്യം പറയാനില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ഐഡിയയോ അതിനെക്കുറിച്ച് ശ്രമിക്കാൻ ഒരു താല്പര്യമോ ഒരു കഴിവോ ഒന്നുമില്ല. അത് കാണണമെങ്കിൽ തൊട്ടടുത്തുള്ള കർണാടകയിൽ അവർ നുണ പറഞ്ഞ് ജനങ്ങളെ വെട്ടിയാക്കി 2023 ഒരു മാൻഡേറ്റ്. ഇനിയിപ്പോൾ അവിടെ എന്താ നടക്കുന്നത്? ഭീകരമായ അഴിമതി, വികസനത്തിന് കാശില്ല, SDPIൻ്റെ അഗെയിൻസ്റ്റ് ഫയൽ ചെയ്ത കേസസ് എല്ലാം പിൻവലിക്കുന്നു, ഒരു രാജധാനിയാക്കി മാറ്റിയിരിക്കുന്നു കർണാടക. അത് ഈ നാട്ടിൽ വരാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഈ ഇലക്ഷനിൽ ഈ വസ്തുത ചർച്ച ചെയ്യണം. ജമാഅത്ത് പോലെ ഒരു തീവ്രവാദ സംഘടനയെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ പാടില്ല. ഈ ജമാഅത്താണ് ബംഗ്ലാദേശിനെ നശിപ്പിക്കുന്നത്, ഈ ജമാഅത്താണ് പാകിസ്ഥാനെ നശിപ്പിച്ചിരിക്കുന്നത്, ഈ ജമാഅത്താണ് എത്രയോ നാടിൻ്റെ സമാധാനവും പീസും കോഎക്സിസ്റ്റൻസ് എല്ലാം നശിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഇതിനെക്കുറിച്ച് വരാൻ പോകുന്ന ദിവസം ഞങ്ങൾ ചർച്ച ചെയ്യും. ഞങ്ങൾ ഒരു ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. കോൺഗ്രസ് പാർട്ടീൻ്റെ നേതൃത്വം ഇതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യണമെങ്കിൽ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്.
പക്ഷേ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് നാടിൻ്റെ ഭാവിക്ക് വേണ്ടി വികസനം, സുരക്ഷിത കേരളം, വിശ്വാസ സംരക്ഷണം, ഈ 3 കാര്യങ്ങൾ ചെയ്യാൻ ഇന്ന് കൃത്യമായി ഈ നാട്ടിൽ ഒരു പാർട്ടി കഴിവും താല്പര്യവും ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ഒറ്റ പാർട്ടിയാണ് BJP NDA എന്ന് പറഞ്ഞ് ഞാൻ വാക്ക് ചുരുക്കുന്നു. നമസ്കാരം. NSSഉം SNDPയും തമ്മിൽ ഒരു ഐക്യത്തിന്റെ വഴിയിലേക്ക് പോവാണ്. BJP പ്രതീക്ഷിക്കുന്ന വഴിയിലാണോ സമുദായ സംഘടനകളുടെ ഐക്യം? അതിനെക്കുറിച്ച് ഞാൻ അതേ TV-യിലാണ് ഞാൻ കേൾക്കുന്നത്, കാണുന്നത്. ഇത് എല്ലാവരും ഐക്യം ആവശ്യമാണ്. ഈ ജമാഅത്തിൻ്റെ വളർച്ചയും ആ ഒരു ടൈപ്പ് രാഷ്ട്രീയത്തിൻ്റെ വളർച്ച നാടിന് നല്ലതല്ല, അപകടമാണ്. അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആ ഒരു ഫോഴ്സിനെ തോൽപ്പിക്കണം, പരാജയപ്പെടുത്തണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ഞാൻ പറഞ്ഞ പോലെ ഇതിൽ എനിക്ക് പറയാൻ ഒരു സംശയവുമില്ല, ഒരു ഡൗട്ടുമില്ല. ഞാൻ എല്ലാ റെസ്പോൺസിബിലിറ്റി പറയുന്നു. ഈ നാടിൻ്റെ ഭാവിയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ നാട്ടിൽ ഒരു ഒറ്റ പാർട്ടിക്ക് കഴിവുള്ളൂ, താല്പര്യമുള്ളൂ. അത് BJP ഇന്ത്യയാണ്. ജനങ്ങളെ സംരക്ഷിക്കാൻ, ഇങ്ങനത്തെ ഫോഴ്സസിൻ്റെ സംരക്ഷിക്കാൻ BJPക്ക് NDAക്ക് മാത്രമേ കഴിയുള്ളൂ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അല്ല, ഞങ്ങൾ പറയുന്നത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച്, അത് ഹിന്ദുസാണോ ക്രിസ്ത്യൻസാണോ മുസ്ലിംസാണോ, ഇങ്ങനത്തെ റാഡിക്കൽ ഫോഴ്സസിനെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ സമ്മതിക്കരുത്. നമ്മളെ രാഷ്ട്രീയത്തിന് ഇവരെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് റിവേഴ്സ് ഗിയറിന്, അതിന് U-ടേണിന് ഒരു മാർഗം ഉണ്ടാവില്ല. ഇതിൻ്റെ എത്ര ഉദാഹരണം നമ്മൾ ചുറ്റുണ്ട്. ബംഗ്ലാദേശിൽ നോക്കൂ, പാകിസ്ഥാൻ നോക്കൂ, മിഡിൽ ഈസ്റ്റിൽ നോക്കൂ. ഇതെല്ലാം നമ്മൾ ചെയ്തു പഠിക്കേണ്ടതല്ല. ഇത് അവർ ചെയ്തു, അവിടുന്ന് പഠിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എനിക്ക് അതിൽ ഒരു സംശയമില്ല. LDFന് ഇനി വരാൻ സാധ്യത 0% ആണ്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, 2 തവണ ജനങ്ങൾ അവസരം കൊടുത്തു 10 കൊല്ലം ഭരിച്ച ഒരു LDF ആണ്. LDF ആണ് നാടിനെ നശിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് വികസനത്തിന് വേണ്ടി ഒരു നയാ പൈസ ഇല്ലാത്ത സ്ഥിതിയാണ് ഈ നാട്ടിൻ്റെ സ്ഥിതി. കടം വാങ്ങാണ്ട് പെൻഷനും കൊടുക്കാത്ത സ്ഥിതിയാണ് ഈ നാടിൻ്റെ സ്ഥിതി. അഴിമതി ചെയ്യാണ്ട് ഒരു സാധാരണക്കാരൻ്റെ അവകാശം കിട്ടാത്ത സ്ഥിതിയാണ് ഈ നാട്ടിൻ്റെ സ്ഥിതി. അപ്പോൾ LDF വരുന്ന ആരും അങ്ങനെ വിചാരിക്കേണ്ട. കാരണം ഇവിടുത്തെ ജനങ്ങളുടെ സാമാന്യ ബുദ്ധി അങ്ങനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ജനങ്ങൾക്കറിയാം ഇവിടെ വികസനത്തിന് വേണ്ടി ആരാണ് ശരിക്കും വർക്ക് ചെയ്യുന്നത്, ശ്രമിക്കുന്നത്. ഇവിടെ നടന്ന വികസനം ആര് ചെയ്തിട്ടാണ് നടന്നത്? അത് ട്രെയിനാണോ, റോഡാണോ, ഹൈവേ ആണോ, സ്റ്റേഷനാണോ, ആശുപത്രിയാണോ? അപ്പോൾ ജനങ്ങൾക്ക് ഒരു സാമാന്യ ബുദ്ധി ഉണ്ട്. ഇതുവരെ ഒരു നറേറ്റീവ് എന്ന് പറഞ്ഞാൽ BJP NDAക്ക് ജയിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് LDF തെറ്റ് ചെയ്താൽ UDFന് വോട്ട് കൊടുക്കുക, UDF തെറ്റ് ചെയ്താൽ LDFന് വോട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതെല്ലാം പൊളിഞ്ഞല്ലോ. BJP ജയിക്കും, BJP ജനങ്ങളുടെ പിന്തുണ കിട്ടി, BJPനെ ജയിപ്പിക്കാൻ ജനങ്ങൾ ഇറങ്ങും എന്ന് എല്ലാവർക്കും കൃത്യമായി മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പണ്ടത്തെ നറേറ്റീവ് UDFൻ്റെ എതിരെ ശക്തമായി ഒരു വോട്ട് ജനങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ അത് LDFന് മാത്രമേ അത് പോവുള്ളൂ എന്ന് ആ ഒരു നറേറ്റീവ് ഇനി അത് പൊളിഞ്ഞു. ഇനി ഞാൻ അന്ന് പറഞ്ഞ കാര്യം ഇന്ന് പറയുന്നു. ജനങ്ങളുടെ മുമ്പിൽ 2 ഓപ്ഷനാണ്. LDF ഒരു ഓപ്ഷനല്ല. കാരണം 10 കൊല്ലം ഭരിച്ചു. ജനങ്ങൾ അതിൻ്റെ ഫലങ്ങളാണ് ഇരകളായിട്ട് സഹിച്ചു. ഇനിയിപ്പോൾ 2 ഓപ്ഷനാണ് ജനങ്ങളുടെ മുമ്പിൽ. NDA ഒരു ഓപ്ഷൻ, UDF ഒരു ഓപ്ഷൻ. UDFനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. UDFനെ ജനങ്ങളെ പുറത്താക്കിയത് എന്തുകൊണ്ട്? 2014 ഇതേ വോട്ടറല്ലേ UDFനെ പുറത്താക്കിയത്? 2014 ഇന്ത്യൻ്റെ വോട്ടറല്ലേ UDFനെ പുറത്താക്കിയത്? മഹാരാഷ്ട്രയിലും ബീഹാറിലും മറ്റെത്ര സ്ഥലത്ത് കോൺഗ്രസ്സിന് എതിരെ വോട്ട് കൊടുത്തത് ജനങ്ങളല്ലേ? എന്തുകൊണ്ട്? അവരുടെ അഴിമതി, അവരുടെ പ്രീണ രാഷ്ട്രീയം, അവരുടെ കഴിവില്ലായ്മ, ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ടാണ് വോട്ട് അവർക്ക് കിട്ടാത്തത്. അപ്പോൾ ഇവിടെ ഒരു മാറ്റം, അങ്ങനെ ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ UDF ഇതിൻ്റെ ചർച്ച ചെയ്യാൻ തയ്യാറല്ല. അവർ LDF പറഞ്ഞ് ആൻറ്റി LDF വോട്ട്
നേടാനാണ് അവരുടെ ശ്രമം. പക്ഷേ ആ ആൻറ്റി LDF വോട്ടും വികസനത്തിന് വികസന വോട്ടും സുരക്ഷിത കേരള വോട്ടും വിശ്വാസ സംരക്ഷണ വോട്ടും NDAക്ക് കിട്ടും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. BJP സമാഹരിക്കാൻ ശ്രമിക്കുന്ന വോട്ടുകൾ ഈ സാമുദായിക ഐക്യത്തിലൂടെ CPM-ലേക്ക് മാറും എന്ന ആശങ്ക BJP-ക്കുണ്ടോ? ഈ ഐക്യത്തിലേക്ക് അല്ല, അങ്ങനെ ആശങ്കയൊന്നുമില്ലല്ലോ. അത് ഞങ്ങളുടെ വർക്ക് ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ പറയേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും, ജനങ്ങൾ തീരുമാനിക്കും. പക്ഷേ ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ഞാൻ ചോദിക്കുന്ന ആളല്ല. ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. അവർക്ക് ഒരു പുതിയ കേരളം വേണം, അവർക്ക് ഒരു നല്ല ഭാവി വേണം. ഈ കഴിഞ്ഞ 30 കൊല്ലമായിട്ട് LDF UDF-ൻ്റെ ഒരു പിങ് പോങ് രാഷ്ട്രീയമല്ല അവർക്ക് വേണ്ടത്. ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്. വിശ്വാസ സംരക്ഷണം പറയുമ്പോഴും ഇപ്പോൾ NSS-ഉം SNDP പറയുന്നത് BJP-ക്ക് NSS-ന്റെ ജനറൽ സെക്രട്ടറി ഇപ്പോൾ പറഞ്ഞത് BJP-ക്ക് ഹിന്ദു വിശ്വാസികളുടെ കുത്തക ആരെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇല്ല, അത് ഞാനും പറഞ്ഞില്ലല്ലോ. ഞാനങ്ങനെ ഒരു ക്ലെയിം ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഞങ്ങൾ ഭരിക്കുന്ന സ്ഥലത്തെല്ലാം എല്ലാ വിശ്വാസം, അത് ഹിന്ദുവാണോ ക്രിസ്ത്യനാണോ മുസ്ലിമാണോ, അവരെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് BJP-ൻ്റെ. കാരണം ഞങ്ങൾ പ്രീണനത്തിൽ വിശ്വസിക്കില്ല. ഒരു സമുദായത്തിന് വേണ്ടി പ്രീണനം ചെയ്താൽ മറ്റേ സമുദായത്തിന് ഇൻജസ്റ്റിസ് ആണ്. അത് ഞങ്ങൾ ചെയ്യില്ല, ഇതുവരെ ചെയ്തിട്ടില്ല, വരാൻ പോകുന്ന കാലത്ത് ചെയ്യില്ല. ഞങ്ങളുടെ ഐഡിയോളജി അതാണ്. എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് BJP NDA. എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി വിശ്വാസ സംരക്ഷണം ചെയ്യാൻ പോകുന്ന ഒരു പാർട്ടിയാണ് BJP NDA. എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി സുരക്ഷിത കേരളം സൃഷ്ടിക്കാൻ പോകുന്ന പാർട്ടിയാണ് BJP NDA. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വസ്തുത പറയുമ്പോൾ ഞാൻ ആൻറ്റി മൈനോറിറ്റി ആണെന്ന് പറയാൻ പാടില്ല. അല്ല, അത് അവരെന്ത് വേറെന്താ പറയാൻ പോകുന്നത്? അവർക്ക് വേറെ ഒന്നും പറയാനുണ്ടോ? ഇത് 30 കൊല്ലമായിട്ട് ഇതേ ഒരു സ്റ്റക്ക് റെക്കോർഡല്ലേ. ഞങ്ങൾ ആൻറ്റി മൈനോറിറ്റിയാണ്, ഞങ്ങൾ വർഗീയവാദിയാണ്. 11 കൊല്ലം ഭരിച്ച NDA സർക്കാരല്ലേ നരേന്ദ്രമോദിജി. ഏതെങ്കിലും മൈനോറിറ്റിൻ്റെ എതിരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതെല്ലാം ഓരോന്നുണ്ടാക്കി പറയാം. ഞാൻ ചാലഞ്ച് ചെയ്യുന്നു, അങ്ങനെ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ ഈ വികസനത്തിനെ കുറിച്ച് ഡിബേറ്റ് ചെയ്യാൻ ഇറങ്ങും കോൺഗ്രസ്. കർണാടകയിൽ എന്താ ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യൂ. 10 കൊല്ലം UPA സർക്കാരിൽ ഇരുന്ന് 8 മന്ത്രിമാരായിരുന്നു കേരളത്തിൽ നിന്ന്. അവരെന്ത് ചെയ്തു അതിനെക്കുറിച്ച് ചർച്ച ചെയ്യൂ. എന്തിനാണ് ഈ എപ്പോഴും BJP ഇതാണ് മറ്റേത് ഇതാണെന്നെല്ലാം പറഞ്ഞു നടക്കുന്നത്? ഇതെല്ലാം പണ്ട് കാലത്ത് നടക്കുന്ന രാഷ്ട്രീയമാണ്. ഇന്ന് അതൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ തെളിവെടുത്ത് വരിക, ഡിബേറ്റ് ചെയ്യാൻ ഞങ്ങളൊപ്പം. ഞാൻ തയ്യാറാണ്, വർഗീയവാദിനെ കുറിച്ച് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. ആരാണ് ഇവിടെ വർഗീയവാദി? കയ്യിൽ ഭരണഘടന എടുത്ത് നടക്കുന്ന കോൺഗ്രസ് പാർട്ടി മറ്റേ കയ്യിൽ ജമാഅത്തെ ഇസ്ലാമിൻ്റെ കയ്യിൽ കൊടുത്തു നടക്കുന്നതല്ലേ. ആരാണ് വർഗീയവാദി? ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യണം ഓപ്പൺലി. അടുത്ത 90 ദിവസം ഈ ഓരോരോ ഇഷ്യൂ മാധ്യമ സുഹൃത്തോട് ഞാൻ എൻ്റെ റിക്വസ്റ്റ്, ഇവരോടെല്ലാം ഇൻവൈറ്റ് ചെയ്യൂ ഒരു ഡിബേറ്റിന്. ആരാണ് പ്രീണരാഷ്ട്രീയം ചെയ്യുന്നത്? ആരാണ് വർഗീയവാദി? ഈ നാട്ടിൽ ശരിക്കും ജനങ്ങളെ വിഡ്ഢിയാക്കുന്നത് ആരാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്? ഇതെല്ലാം ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ അടുത്ത 90 ദിവസം. അല്ല, സമ്പർക്കം നടത്തണം. എന്താണ് സമ്പർക്കത്തിൽ പറയാൻ പോകുന്നത് എനിക്കറിയില്ല. എന്താ പറയാൻ പോകുന്നത്? ഞങ്ങൾ 10 കൊല്ലം ഭരിച്ചു, നാടിനെ നശിപ്പിച്ചു, ഇനി 5 കൊല്ലം തരണമെന്നോ? അങ്ങനെയാണെങ്കിൽ ചെയ്യട്ടെ, ഓക്കെ. അല്ല, അങ്ങനെ കോൺഗ്രസ് വന്നല്ലോ, പത്മജാതി വേണുഗോപാൽജി വന്നല്ലോ, ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ കോൺഗ്രസ് CPM നോക്കിയിട്ടല്ല സ്വാഗതം ചെയ്യുന്നത്. നാടിന് വേണ്ടി, നാടിനെ നന്നാക്കാൻ ആഗ്രഹവും താല്പര്യമുള്ള ആരാണെങ്കിലും, ആത്മാർത്ഥമായി നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ് ആരാണെങ്കിലും, എവിടുന്നാണെങ്കിലും ഞങ്ങൾ സ്വാഗതം ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ പ്രീണം ചെയ്യാനാണെങ്കിൽ ഇവിടെ വരണ്ട. ജനങ്ങളെ വിഡ്ഢിയാക്കാൻ രാഷ്ട്രീയം ചെയ്യുകയാണെങ്കിൽ വരണ്ട. അഴിമതി ചെയ്യാനാണെങ്കിൽ ഇവിടെ വരണ്ട. അവിടെ ഇരുന്നാൽ മതി, കോൺഗ്രസ് ഇരുന്നാൽ മതി. അവിടെയാണ് അത് ഫുൾ ടൈം ജോബായിരിക്കും നിങ്ങൾക്ക്. ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്ന VD സതീശനെ പോലുള്ള ഹിന്ദു
നാമധാരികളെ പരാജയപ്പെടുത്താൻ BJP ആ അതാത് മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്യണം. അതായത് BJPക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ BJPക്കും, അല്ലാത്ത ഇടങ്ങളിൽ ഇത്തരം ഹിന്ദു നാമധാരികൾക്കെതിരെ വോട്ട് ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് പാർട്ടി നിലപാടാണ്. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. അത് എൻ്റെ പാർട്ടീൻ്റെ നിലപാടല്ല ഞങ്ങൾ ഓപ്പണായിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് കൂടുതൽ എനിക്കൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല. അദ്ദേഹം ഒരു സീനിയർ റിട്ടയർഡ് പോലീസ് DGP ആണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറയുന്നു. പാർട്ടീൻ്റെ നിലപാടല്ല ഞാൻ ഓപ്പണായിട്ട് ഇവിടെ പുറത്ത് പറയുന്നു. അതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഇതാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. അതങ്ങനെ പറയണ്ട. അല്ല, അതൊരു എന്താ, അത് അവരുടെ ഒരു ഇതുവരെ ജമാഅത്തിൻ്റെ ഒപ്പം രാഷ്ട്രീയം ചെയ്യുന്ന ആരായിരുന്നു? CPM. ജമാഅത്ത് കൈവിട്ട് അങ്ങോട്ട് പോയപ്പോൾ CPM ഒരു ഹിന്ദു പാർട്ടി ആക്കാൻ ഒരു ശ്രമം. അതല്ല അവരുടെ തന്ത്രങ്ങൾ. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്നില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറഞ്ഞാൽ CPMന് ആ പണ്ട് കാലത്ത് ഒരു ഐഡിയോളജിക്കൽ റൂട്ടിങ്ങോ പണ്ട് കാലത്ത് ജനങ്ങൾക്ക് വേണമെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നോ അതൊന്നും CPMന് ഇപ്പോൾ ഇല്ല. ഇതൊരു പുതിയ CPM ആണ്. ഇതിൽ കോൺഗ്രസും CPMനും ഞാനൊരു വ്യത്യാസം കാണുന്നില്ല. ഇവിടെയുണ്ട് അഴിമതി, അവിടെയുണ്ട് അഴിമതി. ഇവിടെയുണ്ട് കുടുംബം, അവിടെയുണ്ട് കുടുംബം. ഇവിടെയുണ്ട് ഫ്രീഡം, അവിടെയുണ്ട് ഫ്രീഡം. അപ്പോൾ ഞാൻ രണ്ട് പാർട്ടിയും ഒന്നായിട്ടാണ് കാണുന്നത്. അവരെ ഞങ്ങൾ പാർട്ടി ഒരു പുതിയ പേര് കൊടുത്തിട്ടുണ്ട്, കുറുവ സംഘം. അവരെ കുറുവ സംഘമായിട്ട് ഞങ്ങൾ കാണുന്നു. ഹൈക്കോടതി അപേക്ഷ കമ്മിറ്റി സർവോടുകൂടെയാണ് അല്ല, ഞങ്ങളുടെ നിലപാട് ആദ്യമായി പറഞ്ഞ നിലപാട് തന്നെയാണ് ഇന്ന്. അവിടെ കൊള്ള നടന്നിട്ടുണ്ട്. ആ കൊള്ളേൻ്റെ പിന്നിൽ രാഷ്ട്രീയക്കാരുണ്ട്. ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയായിരുന്നു. ആ രാഷ്ട്രീയ സംസ്കാരം എവിടെ നിന്ന് തുടങ്ങി, ആര് തുടങ്ങി, ഒരു ഇൻഡിപെൻഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ വഴി മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ പോലെ വീഴ്ച ആയിരുന്നില്ല എന്ന് അന്ന് പറഞ്ഞതാണ്. ഇന്ന് അതിൻ്റെ കൃത്യമായി തെളിവ് പുറത്തു വന്നിട്ടുണ്ട്. CPM കവറപ്പ് ചെയ്യാൻ നോക്കി, അത് നടന്നില്ല, ഞങ്ങൾ സമ്മതിച്ചില്ല. ഇനിയിപ്പോൾ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തുകൊണ്ട് സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി കുത്തിയിരിക്കുന്നു, എന്തുകൊണ്ട് സോണിയാഗാന്ധിൻ്റെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കുന്നു, ആൻ്റണിയും ബെനാനും പിന്നെ അടൂർ പ്രകാശ് എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റീൻ്റെ സുഹൃത്തുക്കളാണ്, അതെല്ലാം ഒരു ഇൻവെസ്റ്റിഗേഷൻ വഴി കണ്ടുപിടിക്കണം. അല്ല, ഇൻവെസ്റ്റിഗേഷൻ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു നിലപാടില്ല. ഞങ്ങളുടെ നിലപാട് ആദ്യത്തെ ദിവസം ആദ്യത്തെ പ്രസ് കോൺഫറൻസ് പറഞ്ഞ കാര്യം ഇന്ന് ഞങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഞങ്ങൾ പറഞ്ഞതാണ് സത്യമായിട്ട് ഇന്ന് വരുന്നത്. എന്താണ് ഞങ്ങൾ പറഞ്ഞത്? ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ട്, ദല്ലാൽമാരുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ദല്ലാലാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റീൻ്റെ പിന്തുണ സഹായിക്കുന്നതും അദ്ദേഹത്തിന് പ്രോത്സാഹിക്കുന്നതും അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ എന്താണ് സപ്പോർട്ട് കിട്ടിയെന്ന് ആര് വഴിയാണ്? അതൊരു ഇൻഡിപെൻഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ വഴിയല്ല നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എനിക്കൊരു അഭിപ്രായമുണ്ട്, അത് ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അഭിപ്രായം ഞാൻ ഒരു രണ്ട് വാക്ക് പറയുന്നു അഭിപ്രായം. ഈ ഒരു പൊളിറ്റിക്കൽ കൾച്ചർ, ദേവസ്വം ബോർഡിൻ്റെ ഈ നടക്കുന്ന പൊളിറ്റിക്കൽ കൾച്ചർ കഴിഞ്ഞ 10 കൊല്ലമൊന്നും തുടങ്ങിയതല്ല. ഇത് കുറച്ച് കൊല്ലമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അത് എവിടെ തുടങ്ങി, ആര് തുടങ്ങി, എങ്ങനെ തുടങ്ങി, അത് ഒരു ഇൻവെസ്റ്റിഗേഷൻ. അതുകൊണ്ടല്ലേ BJP ആദ്യം മുതൽ പറഞ്ഞ് 30 കൊല്ലം വിജിലൻസ് റിപ്പോർട്ട് പുറത്തിറക്കണം, 30 കൊല്ലത്തിൻ്റെ ഓഡിറ്റ് നടക്കണം, എല്ലാ അമ്പലത്തിൻ്റെ ഓഡിറ്റ് നടക്കണം, ദേവസ്വം ബോർഡിൻ്റെ ഓഡിറ്റ് നടക്കണം. ആദ്യം മുതൽ ഇതല്ലേ പറഞ്ഞു. ഇതൊന്നും ചെയ്യുന്നില്ല. ഇതിനെക്കുറിച്ച് കോൺഗ്രസും സംസാരിക്കുന്നില്ല. ഓക്കെ, ഇല്ല, അത് ചോദിച്ചല്ലോ നിങ്ങൾ 3 ദിവസം മുമ്പ് ചോദിച്ചല്ലോ, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങൾ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായമില്ല. ആരാണോ തെറ്റ് ചെയ്തത് അവരെല്ലാവരും ജയിലിൽ പോകണം എന്നാണ് ഞങ്ങളുടെ ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം. അതിൽ ഒരു മാറ്റവും ഇല്ല. അന്ന് മുതൽ ഇന്ന് വരെ ഒരു മാറ്റവും ഇല്ല. അത് തന്ത്രിയല്ല കണ്ടത്, തന്ത്രിന്റെ ഫാമിലിനെ കുടുംബത്തിലാണ് പോയത്. ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് ചോദിക്കണം. തന്ത്രിന്റെ കുടുംബത്തെ കാണുമ്പോൾ ഞങ്ങളുടെ ഇൻ്റർപ്രിട്ടേഷൻ നിങ്ങളുടെ ഇൻ്റർപ്രിട്ടേഷൻ കുറച്ച് വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ ഒരു ഡിസ്ട്രിക്ട് പ്രസിഡൻറ്റ് അറിയുന്ന ആൾക്കാർക്ക് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ വിളിച്ചാൽ പോകും, കാണും, എന്താണ് ഇഷ്യൂ പോയി മനസ്സിലാക്കും. അത് ഞങ്ങളുടെ ഒരു രീതിയാണ്. എല്ലാവരുടെ ഒപ്പം കൂടെ ഉണ്ടാവും ഞങ്ങളെന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. ത്രൂ തിക്ക് ആൻഡ് തിൻ.